ബംഗ്ലാദേശിന് പുറമെ ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യത്തും ബംഗ്ലാദേശ് മോഡൽ കലാപത്തിന് കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശും പാകിസ്ഥാനും ഇപ്പോൾ ഭായിമാരായി തുടരുകയാണ്. അപ്പോഴാണ് പാകിസ്ഥാനിലും സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾ വലിയ രീതിയിൽ അവിടെയുള്ള സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത്, ഒരു റൊട്ടിക്ക് പോലും അല്ലെങ്കിൽ 1 കിലോ ആട്ടയ്ക്ക് പോലും അവിടെ 3000 രൂപയാണ് വില എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത്രയ്ക്ക് ഗതികേടിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ കഴിയുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഹങ്കർ ഇൻഡെക്സിലും ഹാപ്പിനെസ് ഇൻഡെക്സിലും എല്ലാം ഇന്ത്യയെക്കാട്ടിലും എത്രയോ മുകളിലാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളിടത്താണ്. എന്തായിരുന്നാലും പാകിസ്ഥാന്റെ മുൻ ഭരണാധികാരിയായിട്ടുള്ള ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് PTI, പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്നത്. ഈ ഇമ്രാൻഖാനെ അവിടെ പട്ടാള അട്ടിമറി നടത്തി ജയിലിൽ പിടിച്ചിട്ട് അവിടെ വലിയ രീതിയിൽ വിചാരണ നടപടി നേരിടിയിച്ചുകൊണ്ട് അവിടെ അധികാരത്തിലേറിയിരിക്കുന്ന തലവനാണ് ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്നത്. ഈ ഷഹബാസ് ഷെരീഫിനെതിരെ ഇപ്പോൾ PTI, ഈ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ അണികളും ജനങ്ങളും വലിയ രീതിയിലുള്ള കലാപം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ കലാപം വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇമ്രാൻഖാനെ പുറത്തുവിടണം എന്നുള്ളത് കൊണ്ടാണ്. ഇതിന് പിന്നിലെ വേറൊരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്, ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് ആയിട്ടുള്ള അജിത് ഡോവലിന്റെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതായത് പല രാജ്യങ്ങളിലും അജ്ഞാതന്മാരിറങ്ങുമ്പോൾ മറ്റൊരു രാജ്യത്തിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാനും ഞങ്ങൾക്കറിയാമെന്നുള്ള അജിത് ഡോവലിന്റെ തന്ത്രവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, യുദ്ധം എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ബയോ വാറുണ്ട്, പൊളിറ്റിക്കൽ വാറുണ്ട്, നയതന്ത്രപരമായിട്ടുള്ള യുദ്ധമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള യുദ്ധമുണ്ട്. ഇത് ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇന്ത്യ അവിടെ നടത്തുന്നത്. ഇതിന്റെ പിന്നിൽ അജിത് ഡോവലിന്റെ കരങ്ങളുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർ സംശയിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം, ജമ്മു കശ്മീരിലടക്കം അവിടെ 370 പിൻവലിച്ചു കഴിഞ്ഞ ശേഷവും പാകിസ്ഥാൻ അവിടേക്ക് തീവ്രവാദികളെ കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരത് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഞെട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത്, അഫ്ഗാനിസ്ഥാനിൽ അവിടെ അമേരിക്ക പോയപ്പോൾ ബോധപൂർവം താലിബാന് അമേരിക്ക അവിടെ ഉപേക്ഷിച്ചു പോയ ആയുധങ്ങളുണ്ട്. അമേരിക്ക അതിന് പറഞ്ഞത്, ഞങ്ങൾക്കത് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്, താലിബാന് ആ ബുള്ളറ്റുകൾ കൊടുക്കുന്നത് വഴി, ആ ആയുധങ്ങൾ കൊടുക്കുന്നത് വഴി താലിബാനെ മറ്റു ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് ശത്രു രാജ്യങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രധാനമായും ഇന്ത്യയാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. താലിബാനും ഇന്ത്യയുമായ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ആയുധങ്ങളൊക്കെ താലിബാൻ ഉപയോഗിക്കാമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് ഭക്ഷ്യവസ്തുക്കളും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അവരെ ചങ്ങാതിമാരാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിപ്പോയി. പക്ഷേ അതിനുശേഷം ഈ ബുള്ളറ്റുകൾ പാകിസ്ഥാൻ വഴി വന്ന് ഇന്ത്യയുടെ കശ്മീർ അതിർത്തിയിൽ എത്തുന്ന കാഴ്ച കണ്ടു. അവിടെ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരെ ഈ ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്ന കാഴ്ച കണ്ടു. അതായത് സ്റ്റീൽ ബുള്ളറ്റുകൾ. ഈ സ്റ്റീൽ ബുള്ളറ്റുകൾ താലിബാനിലുള്ള, അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള സ്റ്റീൽ ബുള്ളറ്റുകൾ എങ്ങനെ സഞ്ചരിച്ച് കശ്മീരിലെത്തി എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ഇന്ത്യക്ക് അന്ന് ഉത്തരം കിട്ടിയത്. ഇത് വ്യക്തമായിട്ടുള്ള പ്ലാനാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് നേരെ ഈ ഭീകരവാദികളുടെ കയ്യിലേക്ക് അമേരിക്ക കൊടുത്തുപോയ ഒരു വലിയ ഒരു നീക്കമായിരുന്നു ഇത് എന്നുള്ളത്. ഇതെല്ലാം ഇന്ത്യയെ വളരെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സർക്കാരിനെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ ഇന്ത്യ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ആ തക്കമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എന്തായിരുന്നാലും ഷഹബാസ് ഷെരീഫ് ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഉന്നതതല സമിതി ഷഹബാസ് ഷെരീഫ് രൂപീകരിച്ചിരിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള ഞെട്ടലോടുകൂടിയാണ്. കാരണം അവർ കൊണ്ടുവരാൻ പോകുന്ന സമരം, ആ കലാപത്തിൽ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്ന സമരമുറ എന്ന് പറയുന്നത് നിയമലംഘന സമരമാണ്. അതായത് പാകിസ്ഥാനിലെ നിയമങ്ങൾ മുഴുവൻ ഞങ്ങൾ ലംഘിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു നിയമവും പ്രോട്ടോക്കോളും ഉണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ഇടിക്കും, വെട്ടും, കുത്തും, ചിലപ്പോൾ കൊലപ്പെടുത്തി എന്നിരിക്കും. അത് ഞങ്ങൾ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഇതിലാണ് യഥാർത്ഥത്തിൽ ഷഹബാസ് ഷെരീഫ് കിടുങ്ങിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ സഖ്യ സർക്കാരിലെ മുതിർന്ന അംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ സമിതിയിലുണ്ട് എന്ന് മനസ്സിലായിരുന്നു. ഈ സമിതി ഈ PTIയുമായി ചർച്ച നടത്തും. അതായത് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫുമായി ചർച്ച നടത്തും. സർക്കാരിനെതിരെ നിയമലംഘന പ്രചാരണം നടത്തരുത് എന്ന് കേണപേക്ഷിക്കും. ഈ PTIയുടെ ഭീഷണി വല്ലാതെ പാകിസ്ഥാനെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ PTI സ്ഥാപകനായിട്ടുള്ള ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ച നടത്താൻ PTI നേതാക്കൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിക്ക് പക്ഷേ വേണ്ടത്ര പ്രാധാന്യം അവിടെ ഷഹബാസ് ഷെരീഫ് കൊടുത്തില്ല. അപ്പോഴാണ് അവർ ഈ കലാപമുറയുമായിട്ട് രംഗത്ത്
വരുന്നത്. ഇതോടുകൂടി പാകിസ്ഥാനിലെ സർക്കാർ വളരെ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലായി. ദേശീയ അസംബ്ലി സ്പീക്കറായിട്ടുള്ള അയാസ് സാദിഖ് അന്ന് ഈ ഷഹബാസ് ഷെരീഫിനോട് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നും അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഒരു സമിതി രൂപീകരിച്ച് മര്യാദയ്ക്ക് ചർച്ച നടത്തണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചർച്ച നടത്തിയത്. അപ്പോൾ തന്നെ ഈ ഷഹബാസ് ഷെരീഫ് ഇവരെ അടിച്ചൊതുക്കാനായിട്ട് ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചു. അതായത് അരാജകത്വം സൃഷ്ടിക്കുന്ന PTI അണികൾക്കും പാകിസ്ഥാനിലെ പൗരന്മാരെയും കണ്ടെത്താനായിട്ട് ആഭ്യന്തരമന്ത്രി മൊഹസിൻ വഖ്വിയുടെ നേതൃത്വത്തിലാണ് ഈ ടാസ്ക് ഫോഴ്സ് അന്ന് രൂപീകരിച്ചത്. പക്ഷേ ഈ ടാസ്ക് ഫോഴ്സ് നിഷ്പ്രഭമായി പോകുന്ന രീതിയിലാണ് അവിടെ കലാപവും ഇപ്പോൾ പല ഭാഗത്തായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് സമാനമായി പാകിസ്ഥാൻ മാറുമോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയൊരു ചോദ്യം ഉള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ എന്നുള്ളതാണ്. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ തന്നെ ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ പുറത്താണോ ഇതൊക്കെ നടക്കുന്നതെന്നാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.